ഹലോ ഫ്രണ്ട്സ്, സച്ചിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വള്ളത്തിൻ്റെ പുറമേയുള്ള പണികളെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വെൽഡിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പുറമേ തന്നെ പ്രൈമറും മറ്റു കാര്യങ്ങളും എല്ലാം അടിച്ചിട്ടിരിക്കുകയാണ്. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ വള്ളത്തിൻ്റെ അകത്തുള്ള പണികളാണ്. ഇനി ഡക്ക് അടിക്കണം, അതുപോലെ തന്നെ എൻജിൻ കയറ്റണം, പിന്നെ ബാക്കിയുള്ള പണികളും മറ്റു കാര്യങ്ങളുമാണ് ഇനി വള്ളത്തിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ ആദ്യമുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകം മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വേസ്റ്റും ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ റാഡിൻ്റെ പീസുകൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് മൊത്തം പ്രൈമറും മറ്റു കാര്യങ്ങളും എല്ലാം അടിച്ചിട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യണം. ഇനി കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് വള്ളത്തിൻ്റെ അണിയൻ തൊട്ട് അമരം ഭാഗം വരെ വള്ളത്തിൻ്റെ സെൻറ്ററിലൂടെ, അതായത് അണിയത്ത് നിന്നും അമരം വരെ ആ ഒരു സെൻറ്റർ പോർഷനുണ്ട്. ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലാണ് കോൺക്രീറ്റ് ഇടുന്നത്. അതായത് വള്ളത്തിൻ്റെ അകത്ത് വെള്ളം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലെ വെള്ളമൊക്കെ, കുടിവെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ടാങ്കുകളിലൊക്കെ നിറയ്ക്കാറുണ്ട്. ആ സമയത്തൊക്കെ വരുന്നതും, അതുപോലെ തന്നെ വള്ളം ഓടുന്ന സമയത്തും കുറേ രീതിയിൽ വെള്ളമൊക്കെ വരും. അപ്പോൾ അതെല്ലാം ഒഴുകി വരാൻ വേണ്ടിയാണ് അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വള്ളത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇടുന്നത്. അതായത് അമരത്താണെങ്കിൽ കുറേ നല്ല രീതിയിൽ ചെയ്യും. അതുപോലെ തന്നെ ഈ രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്, നടുക്ക്. അപ്പോൾ നമ്മുടെ എൻജിൻ്റെ ആ ഒരു ഭാഗത്തുള്ള എൻജിൻ കള്ളി എന്ന് പറയും, ആ ഒരു എൻജിൻ്റെ സൈഡും മറ്റ് ഭാഗങ്ങളിലുള്ള വെള്ളമെല്ലാം ഒരു ഭാഗത്ത് തന്നെ വന്ന് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ വള്ളം ഓടുന്ന ടൈമിൽ ആ വെള്ളം നമുക്ക്, ആ കള്ളിയിലെ വെള്ളം ഇതേപോലെ നമുക്ക് എൻജിൻ്റെ അകത്തുകൂടി തന്നെ തുറന്നു വിടാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇനിയുള്ളൊരു ഡക്കിൻ്റെ പണിയാണ്. ഡക്കിൻ്റെ പണിക്കുള്ള വാൾഗയിലൊക്കെ പ്രൈമറും എല്ലാം അടിച്ചിട്ടിരിക്കുകയാണ്. വാൾഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡക്ക് അടിക്കുക എന്ന് പറയും. ഡക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മേൽ ഭാഗത്തിനെയാണ് ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ആർച്ച് പോലെ ഇരിക്കുന്ന, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്, ആർച്ച് പോലെ കാണുന്ന ആ ഒരു ആംഗ്ലെയറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പലക, ആ ഒരു പലകയും അതുപോലെ തന്നെ ഓരോ ഇത് കൊടുക്കുന്നില്ലേ, അതിനാണ് വാൾഗ എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്താണ് നമ്മൾ ഫ്ലൈവുഡ് അടിക്കുന്നത്. നമുക്ക് ഒരു ഫ്ലൈവുഡ് അടിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ഈ വാൾഗയിലെല്ലാം നമ്മൾ ആംഗ്ലെയറിൻ്റെ അകത്തെല്ലാം തുളയിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പലക വെച്ചതിന് ശേഷം നമ്മൾ അതിലും കൂടെ ഹോൾ അടിച്ച് നട്ട് ബോൾട്ടിട്ട് മുറുക്കി വാൾഗ മൊത്തം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്ലൈവുഡ് മൊത്തം അടിക്കുന്നത്. അതിനാണ് ഡക്കിൻ്റെ പണി എന്ന് പറയുന്നത്. ഈ ഡക്ക് അടിച്ചു കഴിയുമ്പോഴാണ് ബാക്കി കള്ളികളും മറ്റു കാര്യങ്ങളും എല്ലാം ഇനി തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അമരം ഭാഗത്തുള്ള കോൺക്രീറ്റ്, നമ്മുടെ എൻജിൻ്റെ സൈഡിലേക്ക് വെള്ളം ഇവിടെ നിന്നും ഒഴുകി വരുന്നതിന് വേണ്ടിയാണ് ഇവിടെയും കോൺക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വള്ളത്തിൻ്റെ ഡക്കിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫ്ലൈവുഡ് ഒക്കെ അടിച്ച് ഫൈബറൊക്കെ ചെയ്തായിരുന്നു. ഇത് നമ്മുടെ വെള്ളത്തിനുള്ള ടാങ്കാണ്. ഇതിൻ്റെ വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു കാലിൽ ഒരു ഇരുമ്പ് ഷീറ്റ് കയറി, അങ്ങനെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലായിരുന്നു. ഒരു 10-12 ദിവസമായിപ്പോൾ സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് നേരെ വന്നിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോഴത്തേക്ക് വള്ളത്തിൻ്റെ ഡക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്, അതായത് ആ ഡക്ക് എല്ലാം അടിച്ച് കഴിഞ്ഞിരുന്നു. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വീലോസും മറ്റു കാര്യങ്ങളും വരുന്നത്. വള്ളം ഓടിക്കാനുള്ള ഒരു സ്റ്റിയറിങ്ങും മറ്റ് സൗകര്യങ്ങളെല്ലാം വരുന്നൊരു ഭാഗമാണിത്. അതുപോലെ തന്നെയാണ് എൻജിൻ കള്ളി, എൻജിനും മറ്റു കാര്യങ്ങളും എല്ലാം അതിനിപ്പുറത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയൊരു ചെറിയ തട്ട് പോലെ അടിച്ച് പൊക്കി ആ ഒരു ഭാഗത്താണ് എൻജിൻ കയറ്റിയതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതൊരു ചെറിയൊരു വീഡിയോ കിട്ടിയതാണ്. എൻജിൻ കള്ളിയിൽ വെച്ചതിന് ശേഷം ഇതാണ് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് എന്ന് പറയും. നമ്മുടെ പങ്കയും മറ്റു കാര്യങ്ങൾ എൻജിൻ കറങ്ങുന്നതനുസരിച്ച് ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് വെളിയിൽ വെച്ചിരിക്കുന്ന പങ്ക എന്ന് പറയത്തില്ലേ, പ്രൊപ്പലർ, അത് കറങ്ങുന്നതനുസരിച്ചാണ് വള്ളം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷനാണത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വള്ളത്തിൻ്റെ വീലോസിൻ്റെ പണിയും മറ്റു കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എൻജിൻ കള്ളിയിൽ ഇറക്കിയതിന് ശേഷം മാത്രമാണ് ഈ പരിപാടികളെല്ലാം തുടങ്ങുന്നത്. ഇത് പടിയിടിയിലെന്ന് പറയും, പടി ഉറപ്പിക്കൽ. അതുപോലെ തന്നെ നമ്മുടെ
അണിയമ്പാക്കിനുള്ള കള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ തിരിക്കുന്നതാണ് ഇനിയുള്ള പരിപാടി. ഇതിന് ശേഷമാണ് ഫൈബർ ഇതിൻ്റെ പുറത്തൊക്കെ ചെയ്യുന്നത്. ഈ കള്ളി തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വള്ളത്തിൽ മീൻ കിട്ടുന്ന സമയത്ത് വലിയ വള്ളത്തിൽ മറിക്കും. അതായത് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കൊച്ചു വള്ളങ്ങളൊക്കെ വയർലെസ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് കൂടുതൽ എല്ലാ വള്ളങ്ങളിലൊക്കെ മീനുള്ള സമയങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങളിൽ, കൊല്ലം ഭാഗങ്ങളിലൊക്കെ വലിയ വള്ളങ്ങളിൽ മീൻ മറിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് മീൻ മറിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ കള്ളി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ റൂമിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കിച്ചൺ റൂമും അതുപോലെ തന്നെ വള്ളം ഓടിക്കുന്ന ആ ഒരു ഭാഗത്തിന് പറയുന്നതാണ് വീലോസ് എന്ന് പറയും. കിച്ചൺ റൂമും ഇനിയുള്ള പണികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വള്ളത്തിൻ്റെ 2 സൈഡ് ഭാഗങ്ങളും പുറകിലുള്ള ആ ഒരു കവറിങ് ബോർഡ് അടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ കവറിങ് ബോർഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഈ വള്ളത്തിൻ്റെ ബോഡിയിൽ നമ്മൾ ഗ്രീസും മറ്റു കാര്യങ്ങളുമൊക്കെ തേച്ച് കൊടുക്കും. അതിനുശേഷമാണ് ഈ ഒരു ഫ്ലൈവുഡ് അടിച്ച് 4 സൈഡും മറയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ വള്ളത്തിൻ്റെ പ്രൊപ്പല്ലർ. 4 ഇല പങ്കയാണ്. ഇപ്പോൾ വരുന്ന മിക്ക വള്ളങ്ങളിലെല്ലാം 4 ഇലയാണ് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ലെഡർ ഷാഫ്റ്റ് എന്ന് പറയും. നമ്മുടെ വള്ളം സ്റ്റിയറിങ് കറക്കുന്നതനുസരിച്ച് ഓരോ ദിശയിലോട്ട് കറങ്ങുന്നത് ഈ ലെഡർ കറങ്ങുന്നതനുസരിച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഷാഫ്റ്റ് മാത്രമേ പിടിപ്പിച്ചുള്ളൂ. ഇതിനി അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇരുമ്പിൻ്റെ ഷീറ്റ് കൊടുത്തതിന് ശേഷം ലെഡറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു അരിപ്പ പോലെ കാണുന്നതാണ് സീകാർക്ക് എന്ന് പറയും. നമ്മുടെ ഇഞ്ചിനിലേക്ക് ആവശ്യമായ വെള്ളവും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് 2 സൈഡിലും ഉണ്ട്. ഇതുപോലെ 2 സൈഡിലും ഈ അരിപ്പ പോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലായിട്ട് കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ വള്ളത്തിൻ്റെ എക്കോ സൗണ്ടർ, ക്യാമറ എന്ന് പറയും. അതിൻ്റെ ഫ്രെയിമാണിത്. ഇതിലേക്കാണ് ഇനി ക്യാമറ വയ്ക്കുന്നത്. ഇതാണ് മീനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പേസ്റ്റൊക്കെ ഇട്ട് എല്ലാം കവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വള്ളത്തിൽ ബോഡിക്കകത്ത് മൊത്തം പേസ്റ്റൊക്കെ ഇട്ടായിരുന്നു നേരത്തെ. അതുമെല്ലാം പേപ്പർ പിടിച്ച് അതിൻ്റെ പുറത്ത് ഒരു കോട്ട് പ്രൈമറും കൂടെ അടിച്ചാണ്. അതിന് അടിയിൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ആ കറുപ്പ് പോലെ കാണുന്ന ബോൾത്താർ എന്ന് പറയും. അത് കൂടെ അടിച്ച് അതിൻ്റെ അകത്ത് ഇനി സ്പുട്ടിക് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സംഭവം കൂടെ അടിക്കും. ഇപ്പോൾ വള്ളത്തിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കള്ളിയും മറ്റു ഭാഗങ്ങളൊക്കെ തിരിച്ചെടുക്കെ ഫൈബർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ അണിയമ്പാക്കിന് കുറേ കള്ളിയും അതുപോലെ തന്നെ പടികളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഇനി നമ്മൾ ഫൈബർ ചെയ്യണം. ഫ്ലൈവുഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഫൈബർ ചെയ്യും. ഈ അകത്ത് ഭാഗത്ത് വരുന്നതെല്ലാം ഈ തടിയും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കവറിങ് നമ്മൾ ചെയ്യുന്നത് ഫൈബർ വെച്ചിട്ടാണ്. അതാകുമ്പോഴത്തേക്ക് വെള്ളം വീണാലോ മറ്റു കാര്യങ്ങൾ വന്നാലോ പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പോ മറ്റു കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ബോഡിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഫൈബറും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അകത്തുള്ളതെല്ലാം കറക്റ്റാകും. അതുപോലെ തന്നെ നമ്മൾ വള്ളത്തിൻ്റെ പുറമേ ഉള്ള ഒരു കോട്ട് പെയിൻറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ലൈറ്റായിപ്പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു കളറ് അടിക്കണം. ഇപ്പോൾ അടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ലൈറ്റ് കളറായിപ്പോയി. അപ്പോൾ അതിനി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറമേ തന്നെ അടുത്ത ഇതിനേക്കാഴി ഇച്ചിരിയും കൂടെ കളറ് കൂടിയൊരു കളറും കൂടെയാണ് അടിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളർ അങ്ങ് മാറി കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച ലൈറ്റ് അറിയത്തേയില്ല. ഇപ്പോൾ അത് മേശരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനു മേശരിയാണ് ഈ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബിനു മേശരി അത് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആദ്യമേ നമ്മളൊരു കളർ പറഞ്ഞായിരുന്നു. അത് ഒത്തിരി ലൈറ്റായി പോയതുകൊണ്ടാണ് പിന്നെ അത് മാറ്റിയിട്ട് തന്നെ വീണ്ടും അടുത്ത ബ്ലൂ കളർ അടിച്ചത്. ഇതിന് ഫുള്ള് ബ്ലൂ ആക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു ബോർഡറൊക്കെ ചെയ്യാനുണ്ട്. ആദ്യമേ തന്നെ ബെൻഡറും അതുപോലെ തന്നെ മേൽഭാഗങ്ങളിലെല്ലാം നമ്മൾ വൈറ്റ് ബോർഡർ ചെയ്യും. അതിനുശേഷമാണ് അതിൻ്റെ പുറത്ത് നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നിടക്കെല്ലാം ഓറഞ്ച് കളർ കൊടുക്കും. വൈറ്റിൻ്റെ പുറത്ത് നമ്മൾ ഓറഞ്ച് അടിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ തെളിച്ചം ഉണ്ടാകും. അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കും.
ഇതിപ്പോൾ ആ വൈറ്റ് അടിച്ചിരിക്കുന്നിടയ്ക്ക് എല്ലാം ഓറഞ്ച് കളർ നമ്മൾ കൊടുത്തുകൊണ്ട് വരികയാണ്. അപ്പം കുറേയേറെ കളർ നല്ല രീതിയിൽ തെളിച്ചമാവും. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഇപ്പോൾ ഒരു യെല്ലോ കളറും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.